ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമസാനിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുറമേ നല്ല ഫ്ലേക്കി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കച്ചോറിൻ്റെ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഫില്ലിങ് ബീഫ് വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. ചിക്കൻ വെച്ചിട്ടോ അതേപോലെ വെജിറ്റബിൾസ് വെച്ചിട്ടോ എങ്ങനെ വേണം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകൂടി ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് എടുത്ത് 2 കപ്പ് മൈദയാണ്. 2 കപ്പ്, 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ഗ്ലാസിൻ്റെ അളവിന് ചെയ്തെടുത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 കപ്പ് 2 കപ്പിലേക്ക് കറക്റ്റ് അളവാണ് കേട്ടോ. 1/4 കപ്പ് ഓയിൽ. ഇത് പുട്ടുപൊടി നമ്മൾ കുഴച്ചെടുക്കൂലേ എന്ന പോലെ ഇത് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിന്ന് എനിക്ക് 1/2 കപ്പ് മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1.5 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയാലും മതിയിട്ട്, വെള്ളം ചേർക്കാതെ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ചെറുതാക്കി കട്ടാക്കിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു ബീഫ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ബീഫ് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റും. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ വലിയ ഉള്ളി 2 എണ്ണം ചെറുതാക്കിയിട്ട് കട്ടാക്കിയത് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ബീഫ് വേകുമ്പോൾ ഇതെല്ലാം തന്നെ അപ്പോൾ വാടിക്കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതേപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചില്ലേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ മല്ലി ഞാൻ അങ്ങനെ പൊടിച്ചതല്ല, മല്ലി അങ്ങനെ ചെറുതാക്കിയിട്ട് ക്രഷാക്കി ചേർത്ത് കൊടുത്തതാണ്. 2 പച്ചമുളക്, അതേപോലെ 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ഇല്ലേ അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മാവ് പരത്തിയെടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദ വെച്ചിട്ട് ഞാനിവിടെ 8 ബോൾസ് ആക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കുറവ് മാവ് എടുത്തിട്ട് ബോൾസിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ കട്ടിയിലൊന്നും മാവ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്കൊരു പേസ്റ്റ് റെഡിയാക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ എടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലൂസ് ഇതേപോലെ ആയിരിക്കണം കേട്ടോ. പശ തേച്ച് കൊടുക്കൂലേ എന്ന പോലെ ആയിരിക്കണം. അപ്പോൾ ഇനി ഓരോ മാവും പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ പേസ്റ്റ് തേച്ച് കൊടുക്കുക. എണ്ണയും കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലേ അത് തേച്ച് കൊടുക്കുക. എല്ലായിടത്തും തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ 2 സൈഡും കൂടി ഒന്നുകൂടി മടക്കി കൊടുക്കുക. നമ്മൾ ബുക്കിൻ്റെ ഒക്കെ ഷേപ്പില്ലേ അതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു 5 മിനിറ്റ്. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി പോവും. ഇനി ഇത് 5 മിനിറ്റിന് ശേഷം വീണ്ടും പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പേസ്റ്റില്ലേ, കോൺഫ്ലവറിൻ്റെ ഓയിലിൻ്റെ പേസ്റ്റ്, അത് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ വീണ്ടും ഒന്നുകൂടി തേച്ച് കൊടുക്കുക. ഇനി ഒന്നുകൂടി മടക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒന്നുകൂടി കാണിക്കാം. ഇതേപോലെ ഒന്നുകൂടി മടക്കിയെടുക്കുക. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതേപോലെ ഓയിലാക്കിയിട്ട് മടക്കിയെടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ വീണ്ടും ഒന്നുകൂടി പരത്തിയെടുക്കുക, ഓയിലാക്കുക, ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ രണ്ടാമത് മടക്കിയെടുക്കുമ്പോൾ മാവൊന്ന് ടൈറ്റായിട്ട് കിട്ടും നമുക്ക്. അതൊരു 5 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം വീണ്ടും പരത്തിയെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് നീട്ടി വലിച്ച് പരത്തിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ 4 സൈഡിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച പേസ്റ്റില്ലേ അത് തേച്ച് കൊടുക്കുക. അപ്പോൾ തേച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്ങിൻ്റെ അളവ് മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുക്കൽ. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് അടച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക മാവ്. എന്നിട്ട് ഒന്ന് പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക ഇതേപോലെ. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാവേണ്ട, ചെറിയ തീയിൽ വെച്ചിട്ട് ഓയിൽ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ എന്ത് ചെയ്യുക, ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ തീ കൂട്ടി വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ഒരു ബ്രൗൺ കളറാകും, ഉള്ളിൽ വേവില്ല.
അപ്പോൾ പുറത്ത് നല്ല ഫ്ലേക്കി ആയിട്ടിരിക്കും വേണം, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവും വേണം. അപ്പോൾ ലെയറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീ കൂട്ടി വെച്ചാൽ റെഡിയായി കിട്ടില്ല. അപ്പോൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. റമസാനിന് ഈസി ആയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഫില്ലിങ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഫില്ലിങ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്രയെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട്